സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വളർന്ന് അബ്ദുൽ മുത്തലിബിന്റെയും ശേഷം പിന്നീട് അവിടുത്തെ സംരക്ഷണം നടത്തുന്നത് അബൂതാലിബാണ്. അബൂതാലിബ് ഈ കാലത്ത് വലിയ സമ്പന്നനൊന്നുമല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നോക്കണം, കുടുംബവും കഴിയണം. അങ്ങനെ അബൂതാലിബിന് സഹായം എന്ന നിലക്ക് അബൂതാലിബ് കൂടെ കൂട്ടാറുണ്ട് കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ. സിറിയയിലേക്ക്, അന്നത്തെ ഷാം എന്ന് പറയുന്ന, ഇന്നത്തെ സിറിയ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കച്ചവടത്തിനൊക്കെ പോകുമ്പോ കുട്ടിയെ ഒപ്പം കൂട്ടാറുണ്ട്. ആ അവസരത്തിൽ അബൂതാലിബിന്റെ പ്രയാസം മനസ്സിലാക്കിയിട്ടാവാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും എന്നെയും കൂടി പോറ്റണ്ടേ, അതുകൊണ്ട് പലപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ചില ജോലിയൊക്കെ അല്ലാഹുവിന്റെ റസൂൽ ചെറുപ്പത്തിലേ ചെയ്തിരുന്നു എന്നാണ്. അബൂതാലിബിന് സഹായം എന്ന നിലക്ക് മക്കക്കാർക്ക് ആടുമേച്ച് കൂലി മേടിച്ചിരുന്നു എന്നാണ്. ആര്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആടുമേച്ച് പ്രവാചകന്മാർ അങ്ങനെ ആടുമേച്ചൊക്കെ ജീവിച്ചതിൽ നമുക്ക് മനസ്സിലാകാത്ത വേറെയും യുക്തിയൊക്കെ ഉണ്ടാവാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മാ ബഅസല്ലാഹു നബിയൻ ഇല്ലാ വറഅൽ ഗനം. ഒരു നബിയെയും അല്ലാഹു നിയോഗിച്ചിട്ടില്ല, മുഴുവൻ നബിമാരും ആടുമേച്ചിട്ടുണ്ട്. അപ്പൊ എന്തിനാ അല്ലാഹു ഒരു പരിശീലനായിരിക്കാം. ഈ ആട് മേക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ക്ഷമ വേണം. ഇങ്ങോട്ട് വാന്ന് അങ്ങോട്ടേ പോകുള്ളൂ. അപ്പൊ ഇത് സമൂഹത്തെ നയിക്കാനുള്ള ഒരു ട്രെയിനിങ് മുമ്പേ എല്ലാ നബിമാർക്കും ഏതാണ്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പല പണ്ഡിതന്മാരും ഹിക്മത്ത് പറഞ്ഞു കാണാം. അല്ലാഹു ആലം. എന്താ ആവട്ടെ, എല്ലാ പ്രവാചകന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതായി ബുഖാരിയിലുള്ള ഹദീസിൽ കാണാം. ഇത് കേട്ട സഹാബിമാർ ചോദിച്ചു, നിങ്ങളും ചെയ്തിട്ടുണ്ടോ? നിങ്ങളും അങ്ങനെ ആടുവെച്ചിട്ടുണ്ടോ? ഞാൻ അതെ, ഞാനും ആടുമേച്ചിട്ടുണ്ട്. വെറുതെ മക്കയിലുള്ള ആളുകളോട് ഓരോ ഖീറാത്ത് കൂലി നിശ്ചയിച്ചിട്ട് ഞാനും മേക്കാൻ പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റവാഹുൽ ബുഖാരി റഹിമഹുല്ലാ. അപ്പൊ ചെറുപ്പത്തിലേ ഒരു സ്വന്തം കാലുമ നിൽക്കണം എന്നുള്ള ഒരു താല്പര്യമുള്ള ആളാണ്. ചെറുപ്പത്തിലേ സ്വയം തൊഴിൽ ചെയ്ത് ശീലിച്ച ഒരാളാണ്. മാത്രല്ല, തൊഴിൽ ചെയ്ത് സ്വന്തം കാര്യം മാത്രം നോക്കി നടത്തിയ ആളല്ല. കിഡ്നിന്നൊക്കെ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെടും. അതുപോലെ തന്നെ പ്രയാസമുള്ളവർക്കൊക്കെ സഹായിക്കും, ബുദ്ധിമുട്ടുന്നവരെയൊക്കെ സഹായിക്കും. ചെറുപ്പത്തിലേ അതാണ് ശീലം. അതുകൊണ്ടാണ് അത് നമുക്ക് മനസ്സിലായപ്പോഴാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടി ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ചോടി ഖദീജ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹയെ സമീപിച്ചപ്പോ നമ്മുടെ ഉമ്മ ആദ്യം തന്നെ എന്താ പറയുന്നത്? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, അല്ലാഹ് നിങ്ങളെ ഒരിക്കലും കൈവടിയൂല. കാരണം എന്താ പറഞ്ഞത്? ഇന്നക ലതഹ്മിലുൽ കല്ല വതുക്സിബുൽ മഅദൂമ വതഖരിൽ ലൈഫ വതുഈനു അലാ നവായിബിൽ ഹഖ്. നബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഖദീജ ഉമ്മ ബീവി പറഞ്ഞു, നിങ്ങൾ എന്തിനു പേടിക്കണം? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഇല്ലാത്തവർക്ക് സമ്പാദിച്ചു കൊടുക്കുന്നയാളല്ലേ, അതിഥികളെ ആദരിക്കുന്നയാളല്ലേ, കാലവിപത്തുകളിൽപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, വിഷമമുള്ള ആളുകളുടെ വിഷമം ദൂരീകരിക്കാൻ വേണ്ടത് സഹായിക്കുന്നയാളല്ലേ. അള്ളയൊന്നും നിങ്ങളെ ഒരിക്കലും കൈവടിയൂല. ഇപ്പോന്ന് മാത്രല്ല, ഒരു കാലത്തും അങ്ങയെ അള്ളാഹു ഒരിക്കലും അപമാനിക്കൂല, നിന്ദിക്കൂലാണ് നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമാശ്വസിപ്പിച്ചത്. എന്തുകൊണ്ടാണ്? അത് വെറും വാക്കല്ല, അവിടുത്തെ ആ ജീവിതം ശരിക്കാണ് പഠിച്ചു മനസ്സിലാക്കി കേട്ടിട്ട് പറഞ്ഞ അഭിപ്രായമാണ്. അങ്ങനെ ചെറുപ്പത്തിലേ ആ നിലക്ക്, നല്ല നിലക്ക്. ഇനി അവിടുത്തെ സാംസ്കാരികമായ ജീവിതവും സ്വഭാവങ്ങളൊക്കെ എന്തായിരുന്നു? ഇതിലേറെ മാറ്റുകൂട്ടിയ പവിത്രമായ നിലക്കായിരുന്നു.